ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് വന്ന് ചായയും ഉപ്പുമാവും ഉണ്ടാക്കിയത് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് ചോറ് കൊണ്ടുകൊണ്ട് ഞാൻ നേരത്തെ ചോറ് ഞാൻ ജാക്സണിൽ വെച്ചിട്ട് ഇറക്കി വെക്കും. അപ്പോൾ കുളിച്ച് വന്ന് ഞാൻ ചായ കുടിച്ചിട്ടില്ല, കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ചിട്ട് ശേഷമാണ് ചായയൊക്കെ കുടിക്കാൻ നിൽക്കാറുള്ളൂ. അപ്പോൾ അതിപ്പോൾ രാവിലെ നേരത്തെ കുളിച്ച് വിളക്ക് വെച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ വിളക്ക് വെക്കട്ടെ. എന്തായാലും കുറച്ച് നേരം ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചാലല്ലേ നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എത്ര വിഷമം അനുഭവിക്കുകയാണെങ്കിലും കുറേ നേരം പ്രാർത്ഥിച്ചാൽ അതൊരു ആശ്വാസമല്ലേ. അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ വിളക്ക് വയ്ക്കും. അപ്പോൾ ഞാൻ മോര് കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക ചക്കക്കുരു കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചക്കക്കുരു ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ മൺചട്ടിയിൽ ഇടുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ വെള്ളരിക്കയും ചേർക്കണം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളരിക്കയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ പച്ചമുളക് ഏതായാലും ഇതിൽ ഞാൻ ഈ നാളികേരത്തിൽ അരയ്ക്കുന്നുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഒരു നുള്ള് ജീരകവും, പിന്നെ സാദാ ജീരകം, പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മോര്. ഇത് കുറച്ച് കട്ട തൈരാണ്. അപ്പോൾ മോരാണെങ്കിൽ മോരെടുക്കുക, അല്ലെങ്കിൽ കട്ട തൈരാണെങ്കിൽ അതൊന്ന് മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം, എന്നിട്ട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ അത്യാവശ്യം വെള്ളവും പിന്നെ പാകത്തിൽ ഉപ്പിട്ടിട്ട് ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരു ആദ്യം വേവിക്കൊണ്ട് എന്തുണ്ടെന്നറിയോ, അത് വെള്ളരിക്കയുടെ ഒപ്പം ഇടുമ്പോഴേ ചില ചക്കക്കുരു നല്ല വേവുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തൈര് ഒഴിക്കുകയാണ്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട്, നല്ല പുളിയുള്ള മോരാണെങ്കിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പിടുകയൊക്കെ ചെയ്യാം. എരിവ് തോനെ വേണ്ടവർക്ക് എരിവ് ഇടാം. ഞാനിപ്പോൾ 2 മുളക് അരയ്ക്കൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. വെള്ളരിക്ക ചക്കക്കുരുവൊക്കെ ഉണ്ടാവുന്ന സമയമാണല്ലോ, ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇതേപോലെ വെള്ളരിക്ക ചക്കക്കുരു അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ടിട്ട് എപ്പോഴും വെക്കാമല്ലോ, സിമ്പിളായിട്ടുള്ള കറികൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് അരപ്പ് ഒഴിക്കുകയാണ്. നാളികേരം, ജീരകം, കുരുമുളക്, പച്ചമുളകും കൂട്ടി അരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരിക വേണ്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കളറില്ല എന്നൊക്കെ തോന്നും, അതിൻ്റെ ഫോണിൻ്റെ കുറവാണ്. അപ്പോൾ കളറൊക്കെ ഉണ്ട് നന്നായിട്ട്, അത്യാവശ്യം നല്ല കളറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മൺചട്ടിയിലാവുകൊണ്ട് ഒന്ന് ഇരുന്ന് കുറുകും. എന്നിട്ട് ഇപ്പോൾ തിളച്ച് വന്നാൽ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇടാം. ഈ സമയത്ത് നമുക്കിതിൽ എരിവ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ഇതിൽ 2 ഇല കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഇത് വാങ്ങി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വറുത്തിട്ടാൽ നമ്മളെ മോര് കറി, ചക്കക്കുരു വെള്ളരിക്ക മോര് കറി റെഡി ആയിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് വറവിടുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉലുവ, 2 മണി ഉലുവയും കൂട്ടിയിട്ട് വറുത്തിട്ടാൽ നല്ലൊരു പ്രത്യേക മണം കിട്ടും. ഇനി വേണമെങ്കിൽ ഒരു തുള്ളി നെയ്യ് ഒഴിക്കുക. നെയ്യിൽ ഒരു വറുത്തിടുന്ന സമയത്ത് അതിലേക്ക് തുള്ളി വെച്ചാലും മതി. എന്നിട്ട് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ്. നല്ലപ്പോൾ കണ്ടോ, ഒന്ന് വറ്റിയിട്ട് കുറുകിയിട്ട് മൺചട്ടിയിലാവുകൊണ്ടാണത് നല്ല പാകത്തിനുള്ള വെള്ളമായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.